പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത വരുന്ന ISL സീസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അടുത്ത വർഷം ജനുവരിയിൽ ISL ആരംഭിച്ചേക്കുമെന്നുള്ള വാർത്തകളെല്ലാം നിലവിൽ പുറത്തു വരുന്നുണ്ട്. 2026 ജനുവരി 1-നും മെയ് 31-നും ഇടയിൽ ISL നടത്തുന്നതിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിന് നവംബർ 18-ന് ഡൽഹിയിലെ ഫുട്ബോൾ ഹൗസിൽ ISL ക്ലബ്ബുകളുടെ CEOമാരുമായി ഒരു ഫിസിക്കൽ മീറ്റിംഗ് നടത്താൻ AIFF നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വർഷം ISL ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ജനുവരിയിൽ നടത്താനാണ് തങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് AIFFന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചൗബെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഒരു മീറ്റിംഗിന് ശേഷം ISL നടക്കുമോ ഇല്ല എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത ബംഗളൂരു FC യുടെ പരിശീലകനായിട്ടുള്ള ജെറാഡ് സറഗോസയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ISL സീസണിൽ ജെറാഡ് സറഗോസ എന്നൊരു പരിശീലകന്റെ കീഴിൽ ബംഗളൂരു FC മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ജെറാഡ് സറഗോസ എന്നൊരു പരിശീലകന്റെ കീഴിൽ ബംഗളൂരു FC ഫൈനൽ വരെ എത്തിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ബംഗളൂരു FC യുടെ പരിശീലകനായിരുന്ന ജെറാഡ് സറഗോസ ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. മാത്രമല്ല ബംഗളൂരു FC തന്നെയായിരുന്നു ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുമുണ്ടായിരുന്നത്. ജെറാഡ് സറഗോസയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ ബാക്ക്റൂം സ്റ്റാഫും ക്ലബിൽ നിന്ന് വേർപിരിയും. ടെൻഡർ ഒരു ബിഡും കൂടാതെ അവസാനിച്ചതും മാത്രമല്ല ISLന്റെ നിലവിലെ അനിശ്ചിതത്വം നേരിടുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. മാത്രമല്ല ജെറാഡ് സറഗോസ ഇനിയൊരു യൂറോപ്യൻ ടീമിൽ ചേർന്നേക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അടുത്തൊരു വാർത്ത നിലവിൽ ISL പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ISL ടീമുകളുടെ എല്ലാ ക്യാപ്റ്റന്മാരും കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാ ISL ടീമുകളുടെ ക്യാപ്റ്റന്മാരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ടായിരുന്നു. ISL ടീമുകളുടെ എല്ലാ ക്യാപ്റ്റന്മാരും ഒപ്പിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ISLുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.